ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു തിരുവചനം ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഒത്തിരി തവണ നമ്മൾ കേട്ട് മടുത്തുപോയ ഒരു ഉപമയാണ് ഒരു സംഭവമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത ഈ അത്ഭുതം. ഇസ്രായേലിൽ കല്യാണങ്ങളുടെ സമയങ്ങളിൽ, വിരുന്നു സമയങ്ങളിൽ, ഉത്സവ സമയങ്ങളിൽ വീഞ്ഞവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാനീയമാണ്. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു തൻ്റെ ശിഷ്യന്മാരോട് അവിടെയുള്ള ബാല്യക്കാരോട് പറയുകയാണ്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. കൽപാത്രങ്ങൾ നമുക്കറിയാം, വരുന്ന ജനത്തിൻ്റെ കാലുകൾ കഴുകാൻ വച്ചിരിക്കുന്ന വെള്ളം സൂക്ഷിക്കുന്ന പാത്രങ്ങൾ. അകത്ത് നല്ല ഭരണികളുണ്ട്, പക്ഷെ അതിനെയല്ല ദൈവം എടുത്തത്, കൽപാത്രങ്ങളെ. ദൈവം പറഞ്ഞത്, യേശു കർത്താവ് അവിടെ പറയുന്നത്, വെള്ളം നിറയ്ക്കുക. ഈ വീട്ടിലുള്ള യാതൊന്നും വേണ്ട, ഈ വീട്ടുകാർ വിലയില്ലാത്തതായി കരുതുന്ന ഒന്നിനെ ഇതിനകത്തേക്ക് ഒഴിക്കുക. അത് കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ വിരുന്നുവാഴി അതിശയത്തോടെ ചോദിക്കുക, അല്ലേ, ഇത്രയും മധുരമേറിയത്, അല്ലെങ്കിൽ എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട്, നീ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. സകലരും തള്ളിക്കളയുന്ന ഒന്നാണ് ഒരു വീഞ്ഞ് വീട്ടിൽ, അല്ലെങ്കിൽ ഒരു വിരുന്ന് വീട്ടിൽ, ഒരു ഉത്സവ സമയത്ത് വെള്ളം ആരും കൊടുക്കാറില്ലല്ലോ. പക്ഷെ വെള്ളം ആർക്കും വിലയില്ലാത്തത്, ആർക്കും വേണ്ടാത്തത് ഇവിടെ മനുഷ്യൻ കൊതിക്കുകയാണ്. ഈ ദൈവവചന ധ്യാനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മളെ ആർക്കും വേണ്ട, ഇന്ന് നമ്മളെ ആരും ആഗ്രഹിക്കുന്നില്ല. വേണമെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്ന കൂട്ടത്തിൽ നമ്മുടെ സാന്നിധ്യം ആരും ആഗ്രഹിക്കുന്നില്ല. അതല്ലേ പച്ചവെള്ളത്തിന് പറയാനുള്ള സാക്ഷ്യം? എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഒരു ടേസ്റ്റ് ഇല്ല, ഒരു മധുരമില്ല. എൻ്റെ ജീവിതം എല്ലായ്പ്പോഴും കൈപ്പേറിയതാണ്, എന്നെക്കുറിച്ച് ആർക്കും ഒരു വിചാരമില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ യേശു ചെയ്ത അടയാളങ്ങളുടെ ഈ അത്ഭുതം നമ്മൾ എത്ര പ്രാവശ്യം ധ്യാനിച്ചാലും വ്യത്യസ്തമായ ചിന്തകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകരുകയാണ്. ഇന്ന് വേദനയോടെ, കണ്ണുനീരോടെ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ആഗ്രഹിക്കാത്തവർ ആഗ്രഹിക്കുന്ന, നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു സമയം വരും, നിൻ്റെ സാന്നിധ്യം കൊതിക്കുന്നൊരു സമയം വരും. നോക്കൂ, ആ യേശു ചെയ്ത അത്ഭുതങ്ങളിൽ അവിടെ പറയുക, ആമേൻ, നീ ഇത്രയും നല്ല വീഞ്ഞ്, യേശു ഒന്നും ചെയ്തിട്ടില്ല, വെള്ളം കോരി നിറയ്ക്ക്, ഇത് കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാം. യേശു ഒന്ന് തൊട്ടാൽ നമ്മുടെ അവസ്ഥ മാറും. ഇന്ന് ആരും പരിഗണിക്കാത്ത ഒന്നിനെ, നാട്ടുകാരും വീട്ടുകാരും തള്ളിക്കളഞ്ഞ ഒന്നിനെ, ആരും വിലയില്ല എന്ന് പറയുന്ന ഒന്നിനെ, ഒരു വിലയും കൽപ്പിക്കാത്ത ഒന്നിനെ വിലയുള്ളതാക്കി മാറ്റാൻ യേശുവിൻ്റെ കരങ്ങൾക്ക് കഴിയും. നാം വിലയില്ല, പരിഗണിക്കുന്നില്ല, മധുരമില്ല, എൻ്റെ ജീവിതം എന്തേ ഇങ്ങനെയായി എന്ന് ചോദിച്ച് പിറുപിറുക്കാതെ ദൈവം തന്ന എല്ലാറ്റിനും നന്ദി പറയുവാൻ തയ്യാറായാൽ, ആ ദൈവത്തിൻ്റെ, യേശു കർത്താവിൻ്റെ ആണിപ്പഴുതേറ്റ കരം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നോക്കൂ,
വേദപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം പറയുന്ന തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം കുറിച്ചു വച്ചു: ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമുണ്ടായിരുന്നു. ആ പരിവർത്തനം മറ്റൊന്നാക്കി മാറ്റി. 5 ദിവസങ്ങൾ കഴിയുമ്പോൾ മനുഷ്യ സൃഷ്ടി 6-ാമത്തെ ദിവസം നടക്കുന്നതിന് മുൻപ് ഭൂമിയുടെ അവസ്ഥ ദൈവം മാറ്റിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ 5 മിനിറ്റ് മതി നമ്മുടെ അവസ്ഥ മാറാൻ. 5 സെക്കൻഡ് മതി നമ്മുടെ അവസ്ഥ മാറാൻ, നമ്മുടെ സാഹചര്യം മാറാൻ. ഞാനൊരു വ്യക്തിയെ എടുത്ത് കാണിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വളരെ വേദന അനുഭവിച്ച ഒരു വ്യക്തിയുണ്ട്. ഇബ്താഹ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. മറ്റൊരു ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച തൻ്റെ പിതാവ് പിന്നീട് ഇസ്രായേൽ ജാതിക്കാരെ വിവാഹം കഴിച്ച് അതിൽ മക്കൾ ജനിച്ചപ്പോൾ അവർ ഇവനോട് പറയുന്നു, മൂത്തവനായ അവനോട് പറയുന്നു, നീ പരസ്ത്രീയുടെ മകനാണ്, നീ ഈ വീട്ടിന് നായകനാകണ്ട, നീ ഇറങ്ങി ഈ വീട്ടിൽ നിന്ന്. പക്ഷേ എന്നാൽ ദൈവം ആ മകന് വേണ്ടി ഒരു അവസരം കരുതി വച്ചിരുന്നു. എവിടെ നാം തള്ളപ്പെടുന്നോ, എവിടെ നാം ഒറ്റപ്പെടുന്നോ, എവിടെ ആര് നമ്മെ പരിഗണിക്കാതിരിക്കുന്നോ, ഭാരപ്പെടരുത്, പിറുപിറുക്കരുത്. അവസരത്തിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കൂ. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അവസരമൊരുക്കും. നാം അവസരം കണ്ടെത്തുകയില്ല, നാം അവസരം ഉണ്ടാക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പത്രോസ് പറയുന്നൊരു വാക്യമുണ്ട്: അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ, അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. ആ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ വേദനകളെ, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരുടെ കുറ്റപ്പെടുത്തലുകളെ, നിന്ദകളെ, പരിഹാസത്തിൻ്റെ വാക്കുകളെ നാം സമർപ്പിക്കുവാൻ തയ്യാറാകണം. ആ സമർപ്പണത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. നമ്മെ ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല. പ്രവചന ദൂത് ഇങ്ങനെയാ: പ്രസവിച്ച അമ്മ മറന്നുപോയാലും ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല. അതേ പ്രിയരെ, ഇന്ന് പകൽക്കാലം ഇബ്താഹിനോട് ദൈവം പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ഒരവസരം ദൈവം തരും, ദൈവം ഒരുക്കും. നമ്മളൊരു മധുരമായി മാറും, നമ്മൾ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി മാറും. നമ്മൾ തള്ളിക്കളഞ്ഞവർ കൊതിക്കുന്നൊരു സമയം വരും. ഇന്നൊരു പച്ചവെള്ളമായി ലോകത്തിൻ്റെ മുൻപിൽ, സകലരുടെയും മുൻപിൽ നമ്മളായേക്കാം. നമ്മൾ നോക്കി ഒരുപക്ഷെ പഠിക്കുന്നൊരു കുഞ്ഞാണെങ്കിൽ പറഞ്ഞേക്കാം, നിന്നെ കൊള്ളത്തില്ല, നിനക്ക് ബുദ്ധിയില്ല, ജ്ഞാനമില്ല. അധ്യാപകർ മാറ്റിവിട്ടേക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങളെന്നും ഒരു വിലയില്ലാത്തവനായി മാറിയേക്കാം. യേശുവിൻ്റെ കരം നിങ്ങളെ തൊടും. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ യേശുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ അതരം തുറന്നു പറയുക: യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, യേശു എന്നെ മധുരമാക്കും, യേശു എന്നെ ആകർഷിക്കത്തക്ക വ്യക്തിത്വമുള്ള വ്യക്തിയാക്കി മാറ്റും. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ അത്ഭുതം പ്രവർത്തിക്കും. അതേ പ്രിയരെ, ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. വിശ്വസിക്കുക, ഈ വചനം ഏറ്റെടുക്കുക. പച്ചവെള്ളം വീഞ്ഞാക്കി വാക്കുകൊണ്ട് പ്രവർത്തിച്ചതുപോലെ, ഒരു കരം നീട്ടി ദൈവം തൊട്ടതുപോലെ, ഈ പകൽക്കാലം എൻ്റെ ദൈവം എന്നെ തൊടും, ഞാനൊരു അത്ഭുതമായി മാറും. യെസ്, മേ ഗോഡ് ബ്ലെസ് യു മൈ ബ്രദേഴ്സ്.